മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും തിളങ്ങിയത്. മികച്ച സിനിമ ഉൾപ്പെടെ 10 അവാർഡുകളാണ് മഞ്ഞുമ്മൽ ബോയ്സ് കരസ്ഥമാക്കിയത്. പ്രേമലുവാണ് മികച്ച ജനപ്രിയ സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ ആസിഫ് അലിയും ടൊവിനോ തോമസും ഇവർ രണ്ടുപേർക്കും മികച്ച നടന്മാർക്കുള്ള അവാർഡ് കിട്ടുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അവസാന റൗണ്ട് വരെ ഇവർ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേക ജൂറി പരാമർശമാണ് രണ്ടുപേർക്കും കിട്ടിയത്. അതേസമയം മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ടായിരുന്നു. മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ പലതവണ നേടിയവർ അവാർഡ് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കണം എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അങ്ങനെയുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇവരിൽ ഒരാൾ തന്നെ, മമ്മൂട്ടി തന്നെ ഇത്തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടുകയാണ്. ഇപ്പോൾ ശ്രീ വിനു കിരിയത്ത്, ശ്രീ സന്ദീപ് സേനൻ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മിഥുൻ വിജയകുമാർ എന്നിവരുണ്ട്. ഒപ്പം സിനിമാ നിരൂപകൻ പല്ലിശ്ശേരി ടെലിഫോൺ ലൈനിൽ, തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ള ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ആദ്യം ശ്രീ വിനു കിരിയത്ത്, എങ്ങനെ കാണുന്നു ഇത്തവണത്തെ സിനിമാ പുരസ്കാരത്തെ? ആദ്യം അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അവാർഡെന്ന് പറയുന്നത് ഓരോ മലയാള സിനിമയുടെ തന്നെ അവാർഡുകൾ നമ്മൾ കാലാകാലം കാണുമ്പോൾ അന്ന് എല്ലാം കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും അവാർഡുകൾ ഒരു ജൂറി എന്ന് പറഞ്ഞ ഒരു സമിതി, അതിലൊരു ജൂറി ചെയർമാൻ ഉൾപ്പെടെ ഡിസൈഡ് ചെയ്യുന്നു. ആ ഡിസിഷൻ നമ്മൾ അംഗീകരിക്കണം. എപ്പോഴും ജൂറിയുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കണം. അതോടൊപ്പം ഈ ജൂറിയുടെ സ്ഥാനത്ത് വേറെ ഒരു ടീം ഓഫ് ജൂറീസ് ആണെങ്കിൽ ചിലപ്പോൾ പടങ്ങൾ മാറും. അവാർഡ് കൊടുക്കുന്ന ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇവിടെ ഇപ്പോൾ ഭ്രമരം എന്ന് പറയുന്ന പടത്തിൽ മമ്മൂക്കയ്ക്ക് ഭ്രമയുഗം എന്ന ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് കിട്ടിയതിൽ ഒരിക്കലും എന്ത് രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മമ്മൂക്ക ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഗിമ്മിക്സ് ഇല്ല. പുള്ളിയുടെ ആണെന്ന് മനസ്സിലാവത്തക്കവണ്ണമുള്ള മേക്കപ്പ് ചെയ്ത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്കൊരിക്കലും മമ്മൂക്കയുടെ സിനിമകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് സൂര്യമാനസം തൊട്ട് ഇങ്ങോട്ട് ഏതെടുത്താലും അത് മമ്മൂക്ക തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് പടം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 100%. പക്ഷേ ഇവിടെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ അവാർഡ് കിട്ടേണ്ടിയിരുന്ന മറ്റ് സിനിമയിലുള്ള നടന്മാർ ഒട്ടും മോശമല്ല. ടൊവിനോ ആയാലും ആസിഫ് അലി ആയാലും നമ്മുടെ കുട്ടേട്ടൻ വിജയരാഘവനായാലും ഇവരെല്ലാം ബെസ്റ്റ് ആക്ടർ. പിന്നെ ഇതിനകത്ത് കുറച്ചൊരു ലക്കൊരു ഭയങ്കര ഫാക്ടറല്ലേ. ഓരോ അവാർഡും ഓരോ ജൂറിയുടെ കാഴ്ചപ്പാടാണ്, അതുപോലെ അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളപ്പോൾ അതിനെ അംഗീകരിക്കാൻ അതിൽ പലതവണയും രാഷ്ട്രീയവും ചർച്ചയാകാറുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് കിട്ടുമ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വന്നു. അതിനോട് എനിക്ക് ഒരു കാര്യത്തിൽ, പക്ഷേ കൊടുമൺ പോറ്റി എന്നുള്ള കഥാപാത്രത്തെ കാണുമ്പോൾ അത് അപ്രസക്തമാണ് അത്രയെന്നും തോന്നുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കൂ, അവാർഡുകൾ കരസ്ഥമാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത് ഏറ്റവും ഒടുവിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മമ്മൂട്ടി മാത്രം പങ്കെടുത്തതിന്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരിക്കലും പ്രിയപ്പെട്ട മമ്മൂക്ക എന്നൊരു 3-4 പ്രാവശ്യം എടുത്തു പറഞ്ഞു. ഇവിടെ എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവിടെ അദ്ദേഹം മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയാം, പ്രിയപ്പെട്ട മമ്മൂട്ടിക്കെന്ന് എടുത്തു പറഞ്ഞപ്പോൾ ഇതൊരു ജനങ്ങൾക്ക് തോന്നുന്നപ്പോൾ എന്താ ബാക്കി ആരും പ്രിയപ്പെട്ടവരല്ലേ. നേരിട്ട് നമുക്ക് പറയുമ്പോൾ പ്രിയപ്പെട്ട മമ്മൂട്ടി, അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിൽ പറയാം. ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന അവസരത്തിൽ ഈ കിട്ടാത്തവരും എല്ലാം പ്രിയപ്പെട്ടവർ തന്നെയാണ് മലയാളിക്ക്. അതുമാത്രമേ എനിക്കൊരു യോജിപ്പില്ലാതുള്ളൂ. ബാക്കി ഞാൻ ഒരു കാര്യം പറയും, ഈ അവാർഡിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ ബെസ്റ്റ് ആക്ട്രസിനെ ഞാൻ അവരെ വളരെ നാളുകൾക്ക് മുമ്പ് ഈ സിനിമ തിയേറ്ററിൽ വെച്ചാൽ ഫിലിം ഫെസ്റ്റിവലിന് കാണുമ്പോൾ അവർ ഇറങ്ങി വരുമ്പോൾ ഞാൻ ജോസ് തോമസ്, CBK തോമസ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവരുടെ അടുത്ത് കൺഗ്രാലേറ്റ് ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്നൊരു സന്തോഷം. ഷംല ഹംസ അത് നാച്ചുറൽ ആക്ടിങ്. ആ സിനിമയ്ക്ക് മൊത്തം എല്ലാ അവാർഡും കൊടുത്താലും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത്ര മനോഹരമായ ഒരു ചെറിയ സബ്ജക്റ്റ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് തിയേറ്ററിലൊക്കെ വരട്ടെ. മനോഹരമായ സിനിമ, എല്ലാവരും നാച്ചുറൽ ആക്ടിങ് ആണ്. അത് അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചാലും അതെ, സംവിധായകന്, എല്ലാവരും കുറേ അതിനകത്ത് ഒരുപാട് കൊച്ചു കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സബ്ജക്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായിട്ട്. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചു ഇത്തരം സിനിമകൾക്കൊക്കെ അവാർഡ് കൊടുക്കണം.
അത് എന്തായാലും കിട്ടി. അതുപോലെ ഡബ്ബിങ്ങിന് കിട്ടിയ സയനോരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്നറിയുമോ, നമ്മൾ ഏത് സിനിമ കണ്ടാലും നടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് സിനിമയിലല്ലെങ്കിൽ നായികയെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടായിരുന്നു. സിനിമ കാണുമ്പോൾ അതിൻ്റെ നടി, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സയനോരയുടെ ശബ്ദം സിനിമയിൽ വരുന്നു. ഇന്ന് കുറച്ചുകൂടെ നാച്ചുറലാണ് നമ്മുടെ സിനിമ. ആർട്ടിഫിഷ്യൽ എന്നുള്ളതൊക്കെ എല്ലാവർക്കും എൻ്റെ ശബ്ദം വെച്ചു അഭിനയിക്കാം, അത് മതി എന്നുള്ളൊരു രീതി. പണ്ടതല്ല ഇന്ന ശബ്ദം വേണം, ഗായകന് ഗാംഭീര്യമായ ശബ്ദം വേണം എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയവരാണ് ജാസി ഗിഫ്റ്റും വിധു പ്രതാപവും ഒക്കെ. എന്നിട്ട് അവരൊക്കെ പ്രൂവ് ചെയ്തില്ലേ. അപ്പം അതാണൊരു മാറ്റം. ആ മാറ്റങ്ങളൊക്കെ ഈ അവാർഡിനോട് ഞാൻ ഒരുപാട് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ അവാർഡുകളും എനിക്ക് ഒട്ടും യോജിക്കാനും വയ്യ. ബെസ്റ്റ് ആക്ടറും അതെല്ലാം മറ്റുള്ളവർക്കും കൊടുക്കാമായിരുന്നു, പക്ഷെ അവർ വിഷമിക്കരുത്, നിങ്ങൾക്കും കിട്ടിയതിന് തുല്യം തന്നെയാണ്. ടൊവിനോ ആയാലും അവരെല്ലാവരും അതിൽ കുക്കെ നമ്മുടെ ഗാനരച. ഇതിനിടയിൽ ആണ് മമ്മൂട്ടിക്ക് വീണ്ടും അവാർഡ് കിട്ടിയപ്പോൾ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതായത് യുവനടന്മാർക്ക് അവാർഡ് കിട്ടിയില്ല എന്നാണ്, മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയില്ല എന്നാണ്. നോക്കൂ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവരൊക്കെ ജൂറിയുടെ ഒരു സേഫ് ആർട്ടിസ്റ്റിക് ചോയ്സ് ആണ്. അപ്പൊ ഇവർക്ക് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഇവര് ഗ്യാരണ്ടീഡ് ആക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഒരു പോപ്പുലാരിറ്റിയാണ് ഇവരുടെ, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ഒരു മാഗ്നറ്റെ പോലെ ഇവരിലേക്ക് അവാർഡ്സ് കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ അത്ര ഗ്ലാമറസ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പല നടന്മാരുണ്ട്, എന്നാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള റോളൊക്കെ ചെയ്യുന്ന ആളുകൾ കൂടെ പരിഗണിക്കണം, അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ജൂറി ചെയർമാന്റെ അപ്പോയിന്റ്മെന്റ്, ഇപ്പൊ ജൂറി ചെയർമാൻ ഈ നാഷണൽ അവാർഡ്സിനൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ചില പരിഹാസങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പോലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരിക, പിന്നെ ഈ വേടന് അവാർഡ് കൊടുത്തത് അത് ശരിയാണോ എന്ന് തോന്നുന്നില്ല. കാരണം പലപ്പോഴും ഈ അലിഗേഷൻസ് ഒക്കെ നേരിടുന്ന ആളുകളെ, അതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും പൊളിറ്റിക്കൽ അലിഗേഷൻസ് നേരിടുന്നവർ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് മറുഭാഗത്ത് ഒരു അവാർഡുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഇവരുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പുരസ്കാരങ്ങളും അല്ലെങ്കിൽ അംഗീകാരങ്ങളും. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിക്കാൻ നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിച്ച് ഒരു മോറൽ കൾച്ചറൽ സ്റ്റാൻഡേർഡ് അവർ മുന്നോട്ട് വെക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് കിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവാർഡ് കിട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം ആ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ അലൈൻമെന്റിന്റെ പുറത്താണ് വേടൻ അവാർഡ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ പറയാം പ്രൊഫഷണൽ മെറിറ്റ് നോക്കിയിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എല്ലാ മേഖലയ്ക്കും ബാധകമല്ലേ? ഇനി അല്ല, സിനിമാ മേഖലയെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 52ാമത്തെ എഡിഷൻ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഹോം സിനിമയ്ക്ക് അവാർഡ് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ അന്ന് ഉയർന്നു വന്ന ഒരു എന്താ പറയാ ഏറ്റവും വലിയ വിമർശനം, അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നൊരു കാര്യം വിജയ് ബാബുവിന്റെ ആ സമയത്തുള്ള അലിഗേഷൻസ് ആയിരുന്നു അതിന് കാരണമെന്നാണ്. അപ്പൊ കഴിവുള്ള എത്രയോ നടന്മാർക്കൊന്നും അവാർഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുകയാണ്, അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അത് കുഴപ്പമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൾച്ചർ അവർ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത് എല്ലാ മേഖലയിലും അതുപോലെ ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേക ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ അവാർഡിനെ പോലും ഒരു വെപ്പണൈസ് ചെയ്യാൻ പറ്റും, ഒരു കൾച്ചറൽ വെപ്പണായിട്ട് ഉപയോഗിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അലൈൻമെന്റിന് അപ്പുറത്തേക്ക് മേ ബി ചിന്തിക്കുകയും കുറച്ചുകൂടെ ഒരു ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്സ് ഒക്കെ ഇല്ലാതാക്കുകയും. അല്ല മിഥുൻ, ഇവിടെ വേടൻ അവാർഡ് കൊടുത്തതിൽ മാത്രമേ ഇതുള്ളൂ, അതോ മറ്റ് അവാർഡുകളുടെ കാര്യത്തിലും താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അല്ല, മറ്റ് അവാർഡുകളുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ പല അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാപ്സ് ഉണ്ട്. അതൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി. ഇപ്പം കുട്ടികളുടെ അവാർഡ് നോക്കുകയാണെങ്കിൽ അതിൽ എന്താ പറയുക 128 സിനിമകൾ സബ്മിറ്റ് ചെയ്താൽ പോലും ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം സെലക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയെ പോലും എന്താ പറയാ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ചിൽഡ്രൻസ് ഫിലിം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇനിയും ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേഷനും ഒക്കെ വരാൻ വേണ്ടിയിട്ട് എന്താണ് അതിന് എൻകറേജ്മെന്റ് എന്താണ് കിട്ടുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത്? അപ്പൊ അവിടെ എൻകറേജ്മെന്റ് അല്ല, അവിടെ ശരിക്കും ഒരു എംബാരസ്മെന്റ് ആണ് ഒന്നാമത്. കാരണം 128 ഫിലിംസ് സബ്മിറ്റ് ചെയ്തിട്ടും അതിൽ നല്ല സിനിമകളൊന്നുമില്ല. കുട്ടികളുടെ നല്ല സിനിമകളൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ സിനിമകളും കുട്ടികളുടെ സിനിമയായിട്ട് ക്വാളിഫൈ ചെയ്യില്ല എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. അപ്പൊ ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഗ്യാപ്സും ഉള്ള, പല ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു തരം അവാർഡ് ദാനമായി പോയി. പിന്നെ മമ്മൂട്ടി ഓൾവേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്, ഒരു സേഫ് ചോയ്സ് അവാർഡാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ പണിക്കർ, അങ്ങനെ ഒരു സേഫ് ചോയ്സ് അതുകൊണ്ട് മമ്മൂട്ടി വരുന്നു, അതുകൊണ്ട് ആരും അതിൽ കുറ്റം പറയുകയില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉജ്ജ്വലമായിരുന്നു, അതുകൊണ്ട് ജൂറിക്ക് ഒരു അനായാസം ഒരു സെലക്ഷൻ സാധിച്ചു. അതാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ കണ്ടത്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതുപോലെ മറ്റൊരു കാര്യം, ഇത് കൈനിറയെ പുരസ്കാരം നൽകുന്നത് പോലെ കൂടിയായല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് ഒരു താരബാഹുല്യം കൂടി ഉണ്ടാകും, അതൊരു അവാർഡ് നൈറ്റിൻ്റെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. അത്രമാത്രം പുരസ്കാര ജേതാക്കളുണ്ട്.
ആം, ശ്രീ മഞ്ജുഷ്, ഏതൊരു അവാർഡും അതിലുള്ള ജൂറിയുടെ താല്പര്യത്തിനനുസൃതമായിട്ട് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് സബ്ജക്ട് ടു ക്രിറ്റിസിസം ആണ്. പക്ഷേ ആ ക്രിറ്റിസിസത്തിന് ഒരു പരിധിയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ സിനിമ കണ്ട അല്ലെങ്കിൽ അതിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന പ്രാഥമിക ജൂറി, എന്നിട്ട് അവർ പറഞ്ഞതിന് ശേഷം കണ്ടിരിക്കുന്ന അവസാനത്തെ ലിമിറ്റഡ് നമ്പർ ഓഫ് സിനിമകൾ കണ്ടിരിക്കുന്ന ഫൈനൽ ജൂറി, അവരുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഡിസ്കഷനിൽ അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന സിനിമകൾക്കും പ്രകടനങ്ങൾക്കും ടെക്നിക്കൽ സൈഡിനും ഒക്കെയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിറ്റിസിസം ഉണ്ട് എങ്കിൽ പോലും അത് അവരുടെ ചോയ്സ് എന്ന നിലയ്ക്ക് അത് പരിമിതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ അവാർഡ് മാത്രമല്ല, ഏത് സമയത്തുണ്ടാകുന്ന അവാർഡാണെങ്കിലും ദേശീയ അവാർഡാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ദേശീയ അവാർഡിന് വലിയ ക്രിറ്റിസിസം നടത്തുന്ന ആൾക്കാർ സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടും കുറച്ചുകൂടി വാട്ടർ ടൈറ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടും കൂടി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മൾ ക്രിറ്റിസിസം റേസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ക്രിറ്റിസിസത്തിന് സ്കോപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ധാർമ്മികമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര ഫ്രീക്വൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സമയം വരെയും നമ്മുടെ നാട്ടിലെ പല മലയാളം എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും നിരവധി സിനിമാ അവാർഡുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്നത് ഏറ്റവും മികച്ച സിനിമകൾക്കും ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്കും ഒക്കെ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണോ, അതോ ഏറ്റവും കൂടുതൽ ജനകീയ സ്വാധീനമുള്ള ആൾക്കാരെ ഈ അവാർഡ് ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നടനുണ്ടാകും, ഏറ്റവും മികച്ച യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ഉണ്ടാകും, ഏറ്റവും മികച്ച യങ് ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഏറ്റവും മികച്ച താര ജോഡി ഉണ്ടാകും. അങ്ങനെ നിരവധി അവാർഡുകളുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ മലയാള സിനിമയിലെ ആ ഫ്രട്ടേണിറ്റിയിലുള്ള ഏതാണ്ട് മുൻനിര ആൾക്കാർ മുഴുവനും ആ ചടങ്ങിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തും. അപ്പൊ എല്ലാവർക്കും. പക്ഷെ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ ഇല്ല. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയും മികച്ച സഹനടനും കൂടി ചേർത്തുകൊണ്ട് നടന്മാർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് എത്ര പേർക്കാണ്? 4-5 പേർക്കുണ്ട്. എന്ന് വെച്ചാൽ മികച്ച നടനൊരു അവാർഡുണ്ട്, പിന്നെ 2 പേർക്ക് ജൂറിയുടെ പ്രത്യേക അവാർഡുണ്ട്, പിന്നെ അതിന്റെ മമ്മൂട്ടിയുണ്ട്, ടൊവിനോയുണ്ട്, ആസിഫ് അലി ഉണ്ട്, സൗബിൻ ഷാഹിർ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. അതെ, അപ്പൊ എത്ര പേരായി? 4-5 പേരായിട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് നിങ്ങളൊരു ചോയ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെല്ലാം വീഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ടാണ് അവസാനം ഈ അവാർഡ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നിലധികം എക്സെപ്ഷണൽ പെർഫോമൻസ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രത്യേക ജൂറി പരാമർശമൊക്കെ കൊടുക്കണം. ഈ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നത് ലാവിഷായിട്ട് സത്യത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല. വളരെ പരിമിതമായിട്ട്, വളരെ എക്സെപ്ഷൻ, അതായത് അത്രത്തോളം തുല്യത അവസാന റൗണ്ടിൽ ഈ 2 ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു നേരിയ മാർജിൻ, ഒരു ഹെയർ ലൈൻ ലീഡ് ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റേയാളിനെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വേണം ഒരു ജൂറി പരാമർശമൊക്കെ സത്യത്തിൽ കൊടുക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാരിക്കോരി കൊടുത്തിരിക്കുന്നത് പോലെയും ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ചാനൽ നടത്തുന്ന അവാർഡ് നിശ പോലെ തന്നെ ആക്കിയെടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡയറക്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ നിലയ്ക്കാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്. ആ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും കേന്ദ്ര അവാർഡ് കൊടുത്തു കഴിഞ്ഞാലും സംസ്ഥാനം ഏതെങ്കിലും വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവാർഡ് കൊടുത്താലും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും ഈ അതിന്റെ ഫോർ ഫ്രണ്ടിലേക്ക് വരുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേടന് അവാർഡ് കൊടുക്കുന്നു. വേടൻ അവാർഡ് കൊടുക്കുന്നത് ഗാനരചയിതാവ് എന്ന നിലയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ അതാണ് ഏറ്റവും മികച്ച ഗാനരചന എന്നുള്ളത് ഈ ഒരു ജൂറിയുടെ അഭിപ്രായമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കളർ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമെങ്കിലും നമുക്ക് ആരോപിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രകാശ് രാജാണ്. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയം എന്താണ്? പ്രകാശ് രാജ് സിനിമകളെ കാണുന്ന രീതി എങ്ങനെയാണ്? പ്രകാശ് രാജിന്റെ ക്രിറ്റിസിസം ഏത് നിലയ്ക്കാണ്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഈ അവാർഡ് കൊടുത്തതിന് ശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു കുത്തു കൊടുക്കുന്നത് ദേശീയ അവാർഡ് കമ്മിറ്റി ജൂറിക്കാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവിടെ പറയുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്ന രീതിയിലല്ല, ഇതിനേക്കാൾ വളരെ ഡെപ്തോടുകൂടി പ്രകാശ് രാജിന്റെ ചോയ്സസിനെയും വിമർശിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് നാഷണൽ അവാർഡ് ഡസന്റ് ഡിസർവ് മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി അത് അർഹിച്ചിരുന്നു എന്നുള്ളതല്ല, നാഷണൽ അവാർഡ് മമ്മൂട്ടി അർഹിച്ചില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന, തലക്കെട്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തയും അതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ വരുന്ന ചോയ്സസിനെ അയാൾ പരിഗണിച്ചതിന് ശേഷം അയാൾ ഒരാളിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ജൂറിയും തീരുമാനിക്കുന്നത് പോലെ മാത്രമേ മറ്റൊരാളും ചിന്തിക്കാൻ കഴിയുകയുള്ളൂ.
അതേപോലെ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ടു, അത് തന്നെയാണ് ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ മറ്റ് ചില ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പാനലും അതേ രീതിയിൽ തന്നെ ചിന്തിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചാൽ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഇതിലുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് നിരന്തരമായി കേരളത്തിലെ പല പരിപാടികൾക്കും സിനിമാ പരിപാടികൾക്കും വരുന്നയാളാണ് എന്ന് നമുക്കറിയാം. അത് തന്നെയുമല്ല, സംസ്ഥാന സർക്കാരിനെയും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരെയും പുകഴ്ത്തുന്നയാളാണെന്നറിയാം. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പൊളിറ്റിക്കൽ കളറുണ്ട്. ഇതൊരു ആരോപണമല്ല, ഇതൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ആര് ഭരിക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു വസ്തുത അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു പ്യൂരിസ്റ്റ്, ഒരു ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്യൂരിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് ഈ അവാർഡുകളൊക്കെ തന്നെ ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ വേടനൊക്കെ കിട്ടിയിരിക്കുന്ന പോലെ ഗാനരചന എന്ന് പറയുന്നതിലെ അവാർഡൊക്കെ തന്നെ പെർഫെക്റ്റ്ലി ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും അത് പറയാനുമുള്ള സ്വാതന്ത്ര്യത്തിന് ഈ ജൂറിയും അംഗീകരിക്കണം. അല്ലെങ്കിൽ അത് പരമമാണ്, ഇത് അബ്സല്യൂട്ട് റൈറ്റ് ആണ്, ഇതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല എന്നൊന്നും അവർ പറയാൻ പാടില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും രാഷ്ട്രീയം എന്താണെന്നും ഇവരുടെ നിലപാടുകൾ എന്താണെന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ അവാർഡ് നിർണയ കമ്മിറ്റിയെ പോലും വിമർശിക്കുന്ന ഒരു സംസ്ഥാന അവാർഡ് കമ്മിറ്റി അധ്യക്ഷനൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നതുമെല്ലാം നമുക്ക് ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശാരദക്കുട്ടി ടീച്ചർ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഈ ഒരു വലിയ ചർച്ച കഴിഞ്ഞ ദിവസം വേണ്ടി വന്നത്. ഇന്നും രാവിലെയും ആ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. മുതിർന്ന താരങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമാണ് അവർ ഉദ്ദേശിച്ചത്. ഈ അവാർഡ് പരിഗണനയിൽ നിന്ന് മാറി നിൽക്കണം. മുൻപ് യേശുദാസ് കുറച്ച് വർഷങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ. അദ്ദേഹത്തിന് 1986 തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം അവാർഡിന് തന്നെ പരിഗണിക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഔദ്യോഗികമായിട്ട് അത് ആവശ്യപ്പെട്ടതല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കുറച്ച് വർഷങ്ങളിൽ പരിഗണിച്ചതുമില്ല. പിന്നെ അദ്ദേഹത്തിന് അതിൽ ആ തീരുമാനം മാറ്റുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഏകദേശം 15ഓളം അവാർഡുകൾ കിട്ടിയതിന് ശേഷമാണ്, അതും തുടർച്ചയായിട്ട് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് യേശുദാസ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ അതുപോലെ ഇപ്പോഴത്തെ നടന്മാർ എടുക്കണം, എന്നാലേ യുവ നടന്മാർക്ക് പരിഗണന കിട്ടുകയുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചകൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ മാറി നിൽക്കേണ്ട, അവാർഡ് പരിഗണനയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശ്രീജിത്ത്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൽ ഇനിയൊന്നും പ്രൂവ് ചെയ്യേണ്ടതല്ലാത്ത രണ്ട് നടന്മാരാണ്. അങ്ങനെയുള്ള നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവാർഡിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് അവർ പറയണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോയ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നും ഈ വലിയ സക്സസ് ഒക്കെ തന്നെ പുൾ ഓഫ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ കാണുന്ന, അവർക്ക് അവരുടെ താരങ്ങളായിട്ട് അവർ കാണുന്ന ആൾക്കാരുടെ സിനിമകളുമായിട്ട് പലപ്പോഴും ഡയറക്റ്റ് ക്ലാഷിൽ വന്നതിന് ശേഷമാണ് മോഹൻലാലിൻ്റെയൊക്കെ പല സിനിമകളും 100 കോടിയൊക്കെ തന്നെ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ന്യൂ ജനറേഷനിൽ തന്നെ ഇപ്പോൾ പല നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ സിനിമകളൊക്കെ തന്നെ ഇതേപോലെ 50 കോടി 100 കോടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന്റെ ഒരു സിനിമ ആസ്വാദന രീതി അവിടെ ഉള്ളപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ഹീറോസും ഹീറോയിൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും മോഹൻലാലിന്റെ ഒന്നും തന്നെ താരമൂല്യത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് രണ്ടുപേർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരിതിനെ ഒരു അഭിനിവേശമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ, അവർ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും കമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അത് കാണിക്കുന്ന അവരുടെ ഉള്ളിലുള്ള ഒരു ത്വരയാണ്, അല്ലെങ്കിൽ അവർക്കൊരു അടങ്ങാത്ത ദാഹമുണ്ട് എക്സൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരു പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ യേശുദാസിന്റെ ഒരു സെൻ സ്റ്റേറ്റസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് വേണ്ട എന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ചില ആൾക്കാരെ കൂടുതൽ ഭ്രമിപ്പിക്കുന്നത്, കൂടുതലായിട്ട് അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് അവരൊരു പ്രത്യേക കാലം കഴിഞ്ഞതിന് ശേഷം മാറി നിൽക്കണം എന്നാരെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ചെറിയ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ട് കമ്പീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത്, ജൂറി ഇവിടെ ചെയ്യേണ്ടത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരാളിനെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന അർത്ഥത്തിൽ മാത്രം ഒരാളിന് അവാർഡ് കൊടുക്കുന്നു എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെയും പാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് 2 ആൾക്കാർക്ക് ശരിയെങ്കിൽ പിന്നെ ഇത് പ്രത്യേക ജൂറി പുരസ്കാരം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ തൽക്കാലം സമാധാനിപ്പിക്കുന്നത് എന്നൊരു ചിന്ത യുക്തിപൂർവ്വം അങ്ങനെ എടുത്തിട്ടുണ്ട്, ബോധപൂർവ്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് മമ്മൂട്ടിയും ടൊവിനോ തോമസും ആസിഫ് അലിയും ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ആസിഫ് അലിയാണ് മികച്ച നടനെന്ന് ഈ ജൂറിക്ക് ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ആസിഫ് അലിക്ക് തന്നെ ആ അവാർഡ് കൊടുക്കുകയും മമ്മൂട്ടിക്ക് പ്രത്യേക പരാമർശം കൊടുക്കുകയും ചെയ്യുന്നതാണ് ശരിയായ നടപടി. പക്ഷെ മമ്മൂട്ടിക്ക് പ്രത്യേക പരാമർശം കൊടുത്താൽ അതിലൊരു അപാകത എന്തായാലും ചൂണ്ടിക്കാണിക്കപ്പെടുമല്ലോ. ആ ഒരു പബ്ലിക് പെർസെപ്ഷൻ
അതെ, ആ ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബാക്ക് ഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ജൂറിക്ക് തന്നെ തോന്നുന്നുണ്ടാകും. എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അവാർഡുകൾ സത്യസന്ധമല്ല എന്നാണ് ശരി, ഇപ്പോൾ സിനിമാ നിരൂപകൻ ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ പല്ലിശ്ശേരി, താങ്കൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നുണ്ടോ? ഇവിടെ മമ്മൂട്ടി ഉള്ളത് കൊണ്ട് മമ്മൂട്ടിക്ക് തന്നെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുത്തേ തീരൂ എന്ന, കാരണം ആ കഥാപാത്രവും അത്ര ശക്തമായിരുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് ജൂറി എത്തുകയായിരുന്നു. അവിടെ ആസിഫ് അലിയും ടൊവിനോയും പ്രത്യേക ജൂറി പരാമർശത്തിലേക്ക് തള്ളപ്പെട്ടു. ഞാൻ 3 മണിക്ക് നിങ്ങളുടെ ചാനലില് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഇത്രയും വന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മമ്മൂട്ടി എന്നൊരു സംശയമില്ല. പക്ഷേ മമ്മൂട്ടിക്ക് 6-7 അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഇത്ര അവാർഡുകളിൽ നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അവാർഡ് കൊടുത്ത് നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കുറവാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ മമ്മൂട്ടിയുടെ പ്രശ്നം മാത്രമല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അവാർഡുകൾ ഈ സിനിമയിൽ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണത്. ഇനി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനിവിടെ ഇതെല്ലാം കണ്ടിരുന്നു. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ നയം, സംസ്ഥാനത്തിന്റെ നയം, അത് വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപിക്കണം. ഒന്നാമത് ഞാനിവിടെ മികച്ച സിനിമ തന്നെ എടുക്കാം. നമുക്ക് മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് 10 അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ബ്രഹ്മയുഗത്തിന് മികച്ച സിനിമയ്ക്കോ രണ്ടാമത്തെ സിനിമയ്ക്കോ ഉള്ള അവാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണത്. ഫെമിനിച്ചി ഫാത്തിമ ഈ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാതെ അങ്ങനത്തെ വന്നുള്ള സിനിമയല്ല. പക്ഷെ ഇത് മഞ്ഞുൽ ബോയ്സ് മോശം സിനിമ മാത്രമല്ല, അതൊരു കച്ചവട സിനിമയായി നിന്നുകൊണ്ട് കോടികൾ നേടിയ സിനിമയാണത്. എന്നാൽ ബ്രഹ്മയുഗം, അവിടെ ഞാൻ പറയാൻ കാരണം ബ്രഹ്മയുഗത്തിന്റെ ആകർഷണ കേന്ദ്രം എന്ന് ഇപ്പൊ അവാർഡ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഓൺലി മമ്മൂട്ടിയെ മാത്രമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോ രാഹുൽ സദാശിവൻ എന്നുള്ള സംവിധായകനുണ്ട്, എഴുത്തുകാരനുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. 3 കഥാപാത്രങ്ങൾ ഊന്നിക്കൊണ്ടാണ് ആ സിനിമയെ വൻ വിജയമാക്കി തീർത്തത്. അപ്പോ ഫിലിം ബൈ ഡയറക്ഷൻ എഴുതി കാണിക്കാൻ സർവ്വതാ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ രാഹുൽ സദാശിവൻ. ആ രാഹുൽ സദാശിവന് അവാർഡുകൾ ഇല്ല എന്നുള്ളത് ഞാൻ പറയട്ടെ. ഇവിടെ ചിദംബരത്തിനാണ് മികച്ച തിരക്കഥയ്ക്കും സംവിധാനത്തിനും മഞ്ഞുമ്മൽ ബോയ്സ് കൊടുത്തിട്ടുള്ളത്. കൊടുത്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് ഈ 2 പടവും നമ്മൾ എടുക്കുമോ, മഞ്ഞുമ്മൽ ബോയ്സും ബ്രഹ്മയുഗവും എന്തുകൊണ്ട് നല്ല മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് എന്തുകൊണ്ട് പങ്കിട്ടില്ല അങ്ങനെ കൊടുക്കണമെങ്കിൽ? അപ്പൊ തിരക്കഥ ഈ ബ്രഹ്മയുഗം കണ്ടവർക്കറിയാം. ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് പറയുന്നത് ബ്രഹ്മയുഗം കണ്ടിട്ട് വരുമ്പോ അതിന്റെ തിരക്കഥ, അതിന്റെ സംവിധാനം, അതിന്റെ മ്യൂസിക്, അഭിനയത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. മമ്മൂട്ടിക്ക് ബെസ്റ്റ് മികച്ച നടൻ അവാർഡ് കൊടുത്തപ്പോ അതിൽ സിദ്ധാർത്ഥ ഭരതനും സൗബിൻ ഷഹീറിനാണ് സ്വഭാവം നടനുള്ള അവാർഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിനേക്കാൾ മികച്ചൊരു ചെറുപ്പക്കാരൻ നമ്മൾ പറഞ്ഞു. സിദ്ധാർത്ഥ ഭരതനൊപ്പം തന്നെ അഭിനയിച്ച അർജുൻ അശോക് എന്നൊരു ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരാണ് സത്യത്തില് മമ്മൂട്ടിയോടൊപ്പമോ തൊറ്റു താഴെയോ മികച്ചതായിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരനില്ലെങ്കിൽ മമ്മൂട്ടി ഇല്ല. ഈ 2 ചെറുപ്പക്കാരനില്ലെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയം ഇത്രയും മികച്ചു നിൽക്കാൻ വഴിയില്ല എന്നാലോചിക്കണം. അപ്പൊ നമ്മള് ബോധപൂർവം നിങ്ങളല്ലേ കൊടുക്കോ, സ്വഭാവം നടന്ന അവാർഡ് കൊടുക്കുമ്പോ സിദ്ധാർത്ഥ ഭരതനും അർജുനും കൊടുക്കോ? അതല്ലെങ്കിൽ എത്ര പേർക്ക് കൊടുത്താലെന്താ? ഇത്ര പേർക്ക് കൊടുക്കാവുന്നൊരു തീരുമാനമില്ല. മികച്ചത് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ 2 പേർക്ക് പങ്കിടുമ്പോൾ മികച്ചായ മറ്റൊരു നടൻ നിങ്ങൾ മികവിൽ മികച്ചത് എന്നുണ്ടല്ലോ, ഒരാളെ കണ്ടെത്താമല്ലോ അവിടെ. ഏതോ മികവിൽ മികച്ചത് എന്നുണ്ടല്ലോ, ഒരാളെ കണ്ടെത്താമല്ലോ. അങ്ങനെ ഒരു ചോദ്യം തെരഞ്ഞെടുക്കോ? അപ്പോ താങ്കള് ഈ ബ്രഹ്മയുഗം, ഞാൻ എന്റെ അഭിപ്രായമാണ്, അവാർഡ് എന്റെ ബ്രഹ്മയുഗം കണ്ടവർക്കറിയാം. ഈ സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും തുറക്കും മികവിൽ മികച്ചത് ആരാണെന്ന് പറയാൻ കഴിയുമോ? അവിടെ ചോദ്യമുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ വേറെ നടക്ക, ആസിഫ് അലിയുടെ അഭിനയം മോശമായിട്ടുണ്ടോ? മോശമായിട്ടെന്ന് പറയാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരൻ ഒന്നെങ്കിലും സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? പരാമർശമല്ല എങ്കിലും ഒരു സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ ഇതെന്താ കാരണം? ഒരു കാര്യം മനസ്സിലായി. മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂട്ടി ഫിലിം ബൈ മമ്മൂട്ടി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പടത്തിന് തിരക്കഥയ്ക്ക് കൊടുത്തിട്ടില്ല, ആ പടത്തിന് പിന്നെ മികച്ച സംവിധാനം കൊടുത്തിട്ടില്ല. ഇത് 2 പടങ്ങളൊന്നും പങ്കിട്ടെടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം. ഞാനിപ്പോ ആയിരിക്കും വേറൊരു കാര്യമാണ് ആലോചിക്കുന്നത്. ഇവിടെ
MT വാസുദേവൻ നായരും ഹരിഹരനും ചേർന്ന് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ അവാർഡുകളിൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഹരിഹരന്റെ പേരുണ്ടാവാറില്ല. അവിടെ ഫിലിം ബൈ MT വാസുദേവൻ നായർ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഹരിഹരൻ എന്ന ഡയറക്ടറെ പ്രോത്സാഹിപ്പിക്കാനോ കൊടുക്കാൻ കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ കളികൾ നടക്കാറുണ്ട്. നമ്മൾ അതൊന്നും കുറച്ച് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേന്ദ്രത്തിന്റെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേറെ അഭിപ്രായം പറഞ്ഞു, സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേറെ അഭിപ്രായം പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ, കേന്ദ്രത്തിന്റെ അവാർഡിനെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ ദേശീയ പുരസ്കാര നിർണയത്തെ കുറ്റം പറഞ്ഞയാൾ സംസ്ഥാന അവാർഡ് നിർണയത്തിലെ ജൂറി ചെയർമാനായിട്ടിരിക്കുകയായിരുന്നു ശ്രീ പ്രകാശ് രാജ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വിജയരാഘവൻ അവിടെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ളത്. കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ പറയുക, നല്ല നടൻ അവാർഡ് കൊടുത്തിട്ടില്ലല്ലോ, പറഞ്ഞ് പരിഹസിച്ചില്ല. ഇവിടെ അതുപോലും പരാമർശം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രകാശ് രാജ് നമ്മുടെ അവാർഡ് കമ്മിറ്റി എടുക്കുമ്പോൾ ഈ അവാർഡ് കമ്മിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുക. അവിടെ മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞ ആര് ജൂറിയിലുണ്ട്? ഇവിടെ ആരും നമുക്ക് പറയാൻ പറ്റുമോ? പ്രകാശ് രാജ് മികച്ച സംവിധായകനല്ല. ഒരു സിനിമയുടെ കപ്പിത്താൻ സംവിധായകൻ. നമ്മൾ വന്ന ജൂറി അവാർഡിൽ ചെയർമാൻമാരെ ഇരുന്ന ഭൂരിഭാഗം പേരും ഇവിടെ മികച്ച സംവിധായകരായിരുന്നു. പ്രകാശ് രാജ് ഒരു നല്ല നടനാണ്. ഒരു തവണ പ്രിയന്റെ പടത്തിൽ അവന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് ശരി തന്നെ. ദേശീയ അവാർഡ് അഭിനയത്തിന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു സിനിമ ഒരു സംസ്ഥാനത്തിന്റെ ജൂറി ചെയർമാൻ ആയിരിക്കാനുള്ള യോഗ്യത അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ വർഷവും അവാർഡ് കമ്മിറ്റിയിൽ ഒരു മികച്ച സംവിധായകന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അത് എവിടെ? ഇത്തവണത്തെ ജൂറിമാർ നമ്മൾ പരിശോധിച്ച് നോക്കൂ. മികച്ചത് എന്ന് പറയാവുന്ന എത്ര പേര് ആ കമ്മിറ്റിയിലുണ്ട്? ഞാൻ ആരും കുറ്റം പറയല്ല. നമ്മൾ കാലാകാലങ്ങളായി കണ്ട് പരിചയിച്ചു വന്ന ഒരാളാണ്. ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞാനിത് വെറുതെ പറയുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും തന്നെ പറയുകൊണ്ടിരിക്കാം. അപ്പൊ അതൊക്കെ പോട്ടെ. പിന്നെ എനിക്ക് എതിർപ്പില്ലാത്തതെന്താ, ഫെമിനി ഫാത്തിമ ഒരു നല്ല സിനിമയാണ്. അപ്പൊ ഞാൻ വയ്ക്കുന്ന നിർദ്ദേശം എന്താ, ഏറ്റവും മികച്ച, അതായത് കലാമേന്മയുള്ള ഒരു ചിത്രം അത് മഞ്ഞുമൽ ബോയ്സിന് കൊടുത്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മയുഗവും ഫെമിനി ഫാത്തിമയും തുല്യ പ്രാധാന്യമുള്ള മികച്ച സിനിമകളെ എടുത്തുകൂടാമായിരുന്നു? അതൊരു കച്ചവട സിനിമയൊന്നുമല്ല. ഫെമിന ഫാത്തിമ കച്ചവട സിനിമയൊന്നുമില്ല, താരജാട കഴിഞ്ഞ സിനിമയൊന്നും അല്ല ശരിക്ക്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ, അപ്പൊ ഇത് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ അറിയാ, ഞാൻ ജാതിയിലും മതത്തിലും ഒന്നും വിശ്വസിക്കുന്ന ഒരാളും അല്ല. എന്റെ ജീവിതത്തിൽ നേവരുണ്ടായിട്ടില്ല. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനും കൂടിയാണ്. പറയാനൊരു മടിയുമില്ല. എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിവാസവും പറഞ്ഞാല് അത് തലകുലിച്ചു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇല്ലേ? ഇപ്പൊ ഞാൻ വേദനയോടെ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട് ഇവിടെ. വേദനയോടെ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മളിവിടെ മികച്ച പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ മികച്ച പാട്ടുകളില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരാണ് വേടൻ. ഒരു സംശയവുമില്ല. അവന്റെ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്, ഒക്കെ ഉണ്ട്. അയാളുടെ പാട്ട് ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആയിട്ട് പഠിക്കാനും എടുത്തിട്ടൊക്കെ ശരി. ഇതൊക്കെ ആയാലും ഞാനിവിടെ ഈ മികച്ച പാട്ടിന്റെ കാര്യം ഒരു കുതന്ത്രം എന്നുള്ള സാധനമാണിത്. അത് വേടന് കൊടുത്ത് ആരെഴുതിയാലും ശരി. ആ സിനിമ നിങ്ങൾ കാണുമോ? സിനിമ കണ്ടപ്പോ തന്നെ കണ്ടു. അതിന്റെ എന്താണുള്ളത്? അതിന്റെ വരികൾ എന്താണ്? കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര ഇങ്ങനെ. ഇതാണ് ഈ പാട്ട് എന്ന് ആലോചിക്കണം. ഇതിൽ കാവ്യാത്മകമായിട്ടുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതൊരു മുദ്രാവാക്യമാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഞാനത് വേടന് കൊടുത്തിട്ട് വിമർശിക്കല്ല. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമയെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അവാർഡാണ്. അത് കൊടുത്തവരെല്ലാം മണ്ടന്മാരോ അല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരോ ഒക്കെ ആയിരുന്നു നമ്മൾ വിശ്വസിക്കേണ്ടല്ലേ? നട്ടലുള്ളവര്, കലയെ അറിയുന്നവര്, എഴുത്തറിയുന്നവര്, സിനിമയെ അറിയുന്നവര് വേണം അവിടെ ഇരിക്കേണ്ടത്. ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള ജൂറിമാരാണ് കമ്മിറ്റി ഉണ്ടാവേണ്ടതെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്നുള്ളതാ. എന്തുകൊണ്ടാണ് നിങ്ങൾ 1-ാം തീയതി പ്രഖ്യാപിക്കാനുള്ള അവാർഡ് 3-ാം തീയതിയാക്കിയത്? അപ്പോൾ തന്നെ എന്തോ തകിടം മറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ അവാർഡിന്റെ ഉള്ളിൽ നടന്ന, അതായത് അവാർഡിനുള്ളിലെ അവാർഡിന്റെ കഥ പുറത്ത് വരാതിരിക്കില്ല. അതെന്താണ് താങ്കൾ 1-ാം തീയതി 3-ാം തീയതിയിലേക്ക് മാറ്റിയതിൽ താങ്കൾ എന്താണ് അതിനകത്തൊരു ദുരൂഹത കാണുന്നത്? 1-ാം തീയതി, അതായത് 1-ാം തീയതിക്ക് മുമ്പ് ഇതിന്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്ന സാധനം 3-ാം തീയതിക്ക് മാറ്റി എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് 2-ാം തീയതി വെച്ചില്ല? 3-ാം തീയതി ആയിരിക്കും?
അപ്പൊ എന്നോട് ഇത് ഞാനായിട്ട് സംസാരിച്ചപ്പോ ഞാനത് ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ കുറെ പേരായിട്ട് ബന്ധങ്ങളുള്ളതാ. അവാർഡ് കമ്മിറ്റിയുള്ള ആൾക്കാരും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ബന്ധമുള്ളതാണത്. പലരും വിളിച്ച് ചോദിച്ചു, എന്തോ ഒന്നും മണക്കുന്നില്ല. ഞാൻ എന്ത് മണക്കാൻ? ഞാൻ പറഞ്ഞു, ഒന്നാമത് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള അവാർഡ് ആർക്ക് കൊടുക്കുന്നു, അത് കൊടുത്തോട്ടെ. നമ്മുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആ കലാസൃഷ്ടികൾ കണ്ടിട്ടായിരിക്കണം, അല്ല കാണാതെ പറയരുത്. അല്ലെ മുമ്പ് എങ്ങനെയായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ വന്നാൽ പിന്നെ എല്ലാവർക്കും പേടിയായി, അയ്യോ ഇനി നമുക്ക് അവാർഡ് കിട്ടില്ല, അടൂർ ഞാൻ കൊടുക്കാന്നുള്ളത്. അടൂരിന് പ്രിയദർശൻ പരാജയപ്പെടുത്തിയില്ലേ? ആലോചിച്ച് നോക്ക്. ഈ പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ ഇവിടെ വളരെ മോശമായിട്ട് പറഞ്ഞു. തിരുവനന്തപുരം ബിൽറ്റിന്റെ ഒരു കണ്ണി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതാ ഇല്ലേ? അപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ശ്രീ പല്ലിശ്ശേരി. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് മമ്മൂട്ടിക്ക് കുറേയേറെ അവാർഡുകൾ കിട്ടിയല്ലോ, ചെറുപ്പക്കാർക്ക് പരിഗണന കിട്ടട്ടെ എന്ന്. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ മത്സരിച്ച് തന്നെ ജയിക്കുകയല്ലേ വേണ്ടത്? നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണ്ട, ഈ അവാർഡിന്റെ അദ്ദേഹത്തിന് ഇത്രയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി മമ്മൂട്ടി കൊടുത്തോ? മമ്മൂട്ടി കൊടുക്കുമ്പോ ഈ ആസിഫ് അലി എന്നുള്ള ചെറുപ്പക്കാരൻ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ കൂടി അവാർഡ് കൊടുക്കുക. എന്താ കൊടുത്ത? അങ്ങനെ അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂട്ടി കൊടുത്ത അവാർഡിന്റെ തിളക്കം കുറയോ? ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ സിനിമ കണ്ടവരുണ്ട്, ആസിഫയുടെ സിനിമ കണ്ടവരുണ്ട്, ടോവിനോയുടെ സിനിമ ഈ സിനിമ കണ്ടവരുടെ മനസ്സിലൊക്കെ ഇവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അർഹതപ്പെട്ടവർ കൊടുക്കുമ്പോൾ ആരും കുറ്റം പറയില്ല. ഉണ്ടല്ലോ, ഇവിടെ നാഷണൽ അവാർഡ് ഒരു തവണ 3 പ്രാവശ്യം കൊടുത്തു മികച്ച നടനുള്ളത്. അതിൽ 2 പേര് കേരളത്തിൽ നിന്നായിരുന്നു, ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപി ആയിരുന്നു. ആലോചിക്കണം. അപ്പോ അങ്ങനെയൊക്കെ നടക്കാം. ഇവിടെ തന്നെ ഇപ്പൊ എന്താ, സഹ നടിമാരും 2 പേർക്ക് കൊടുത്തിട്ടില്ലേ? അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് നമുക്ക്, അല്ലേ? 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. സഹ നടന്മാരായിട്ട് 2 പേർക്ക് കൊടുത്തിട്ടില്ലേ? അപ്പോ ഒന്നിൽ കൂടുതൽ പേര് ഇവിടെ കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കോ, അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷെ താങ്കൾ ഇതുവരെ 1-ാം തീയതിയിൽ നിന്ന് 3-ാം തീയതിയിലേക്ക് മാറ്റിയതിന്റെ കാരണം കുറച്ചുകൂടി വ്യക്തമാക്കി പറയാൻ പറ്റുമോ താങ്കൾക്ക്? 1-ാം തീയതിയിൽ നിന്ന് 3-ാം തീയതിയിലേക്ക് മാറ്റിയതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലും പലരും സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതിലെന്തോ തകിടം പറഞ്ഞിട്ടുണ്ട്. ഈ അവാർഡിന്റെ ചില മാറ്റി എഴുതിയിട്ടുണ്ട്, ചില അവാർഡുകൾ മാറിയിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയം പറയുന്നുണ്ട്, രാഷ്ട്രീയം ജാതി എല്ലാം ഇടകലർന്ന ഒരു അവാർഡാണ് ഇത്തവണത്തെ അവാർഡ് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല എന്നുള്ളതാണ്. അത് എവിടെ മറഞ്ഞു, എങ്ങനെ മറഞ്ഞു എന്നുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയിൽ ഉള്ളിലുള്ള മെമ്പർമാരിൽ ചിലർ തന്നെ പറയും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നു, വിജയരാഘവൻ ഫൈനൽ റൗണ്ടിൽ എത്താത്തതിലുള്ള അത്ഭുതമാണ്. അതെ, അത്ഭുതം. വിജയരാഘവൻ വേണ്ടി പറയാൻ ആളില്ല. വിജയരാഘവൻ ആരുടെയും പുറകെ ചൊറിഞ്ഞു നടക്കാറില്ല, ആരുടെ കൊടിയും പിടിക്കാറില്ല എന്നാലോചിക്കണം ഇല്ലേ? നമുക്കതൊക്കെ വിഷമുള്ള കാര്യം. ഉർവശി ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? ഉർവശി ഉണ്ടായിരുന്നല്ലോ. വിജയരാഘവന്റെ ആ പടം കണ്ടവർക്കറിയാം ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി കൊടുക്കുന്ന മാർക്കിന് ഒപ്പം നിർത്താവുന്ന അല്ലെങ്കിൽ തൊട്ടു താഴെ നിർത്താവുന്ന അഭിനയ ശൈലി വിജയരാഘവൻ ചെയ്തിട്ടുണ്ട്. ആ വിജയരാഘവന്റെ പേരേ പരാമർശിക്കുന്നില്ല എന്നാലോചിക്കണം. വിജയരാഘവൻ ഇനി ഒരു അവാർഡ് കിട്ടാനുള്ള അവസരം ഉണ്ടാകുമോ? കുറവാണ്. കാരണം ഇപ്പൊ തന്നെ പ്രായമൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി അത്രയും വെറൈറ്റി സിനിമകളൊന്നും വരണമെന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ജൂറി മെമ്പർമാരുടെ അവരാരൊക്കെയാണ്, അവർ ഏതെല്ലാം പടങ്ങള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ യോഗ്യത നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്, ഈ ചില നടന്മാരുടെയും ചില പ്രൊഡ്യൂസർമാരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ചില അവാർഡുണ്ട്. ഇങ്ങനെ മുമ്പൊരിക്കൽ ഇവിടെ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ 2 പ്രഗത്ഭ സംവിധായകര് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ മെമ്പർമാരെ പോയി. ഒരാള് മമ്മൂട്ടിയുടെയും ഒരാൾ മോഹൻലാലിന്റെയും ആളായിരുന്നു. ആലോചിക്കണം. അവിടെ ഇവരിവിടെ വന്നിട്ട് വഴക്കുകൂടി. ഞാൻ തന്നെയാണ് ഈ 2 പേരെ ഇന്റർവ്യൂ എടുത്തുള്ളത്. പക്ഷെ ഈ 2 പേർക്കും ഡേറ്റ് പിന്നീട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആലോചിക്കണം. അപ്പൊ ഇവിടുന്ന് നമ്മൾ കച്ചവടം ഉറപ്പിച്ചു പോകുകയാണ് ചിലർക്ക്. അതുമാതിരി കച്ചവടങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്, അത് പല രീതിയിലുണ്ട്. ഇത് നീതിപൂർവമാണ് എന്ന് പറയുമ്പോ അനീതിപൂർവമാണ് എന്ന് പറയാൻ ഒരു മടിയും സിനിമ കണ്ട ഒരാളെ നിലയ്ക്ക്, വെറുതെ ഇത്രയും സിനിമകൾ കണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആസ്വാദന നിലയ്ക്ക് എനിക്ക് പറയാനും പറ്റും. പല്ലിശ്ശേരി, ദയവായി കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ താങ്കൾ തുടരുക. ശ്രീ വിനു കിരീത്, താങ്കൾ യോജിക്കുന്നുണ്ടോ പല്ലിശ്ശേരിയുടെ ഈ അഭിപ്രായത്തോട്? ശ്രീ പല്ലിശ്ശേരി, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഓക്കെ. ശ്രീ പല്ലിശ്ശേരി പറഞ്ഞതിനകത്ത് 90% യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് ഇത്തവണത്തെ അവാർഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. അദ്ദേഹം സിനിമ
സിനിമയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം എത്രയോ അവാർഡുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ആ പഴയ ആ അവാർഡിൻ്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ മുമ്പും ഇങ്ങനെ അല്ലല്ലോ, മുമ്പും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എതിരഭിപ്രായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാ തവണയും കിട്ടാത്തവരും കിട്ടിയവരും തമ്മിൽ എതിരെ. പക്ഷെ അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അല്ല, എന്നാൽ ഇപ്പോൾ പല്ലിശ്ശേരി അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, രാഷ്ട്രീയം, ജാതി, മതം എന്നൊക്കെ പറഞ്ഞതൊക്കെ കുറേയൊക്കെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ഇവിടെ മമ്മൂട്ടിക്ക് കൊടുത്തത് ഒന്നുകൂടെ ആരും പല്ലിശ്ശേരി ഞാനോ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ അവിടെ ഒപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നുള്ളതും പറയാം, അല്ലെങ്കിൽ ഒരാൾക്കും കൂടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ കഥാപാത്രങ്ങൾ കിട്ടുന്നത് മമ്മൂട്ടിക്കൊക്കെ ഒരുപാട് കിട്ടിക്കഴിഞ്ഞു. ആസിഫ് അലിക്ക് ഇനി ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കഥാപാത്രം നാളെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ടോവിനൊക്കെ ഉടനെ ഒന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇനി ഇവരായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തണം. 3 തവണ കൂടുതൽ കിട്ടിയവർ പിന്നെ അവാർഡിന് പരിഗണിക്കില്ല എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ അവരായിട്ട് മാറി നിൽക്കത്തും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഒരു 3 തവണ കൂടുതൽ കിട്ടിയവർക്ക് പിന്നെ കൊടുക്കേണ്ട എന്നൊരു തീരുമാനം വേണമെങ്കിൽ നമ്മുടെ ഇനിയുള്ള സർക്കാരുകൾക്ക് തീരുമാനിക്കാവുന്നു. പക്ഷെ അവിടെ ഒരു മത്സരം ഇല്ലാതാകും. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും അവർക്ക് അവാർഡ് ഉണ്ടാവുകയില്ല, പകരം അതിനേക്കാൾ മോശം അഭിനയം നടത്തിയവർക്ക് അവാർഡ് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. ഈ പറയുന്ന ഈ ജൂറീസിൽ പകരം ഇതിനകത്ത് കമ്മിറ്റി മെമ്പേഴ്സ് വേറെയാണ്, ജൂറി ചെയർമാൻ വേറെ ആണെങ്കിൽ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം, ചിലപ്പോൾ വേറൊരാൾക്കായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ ഇപ്പോൾ ഫൈനലിൽ വന്നവരാരും മോശക്കാരല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവരത്രയും പേര് വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേയൊക്കെ ഇതിനകത്ത് ലക്കും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയവും എല്ലാം ഇതിനകത്തും ഉണ്ട് കേട്ടോ. അതിലൊന്നും യാതൊരു സംശയം. പല്ലിശ്ശേരി പറഞ്ഞ പോലെ അവാർഡ് പ്രഖ്യാപനം 2 ദിവസം മാറ്റിവെച്ചതിൽ അതിലെന്താ അപാകതയാണ് കാണുന്നത്? ഇപ്പോൾ അതിനിടയിൽ സംഭവിച്ചത് മമ്മൂട്ടി സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതാണ്, പക്ഷേ മോഹൻലാൽ പങ്കെടുത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പല്ലിശ്ശേരി ഞമ്മല്ല, അദ്ദേഹം ഈ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊരു ധാരണ എന്തെങ്കിലും ഇല്ലാതെ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനൊരു ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹം എന്തോ കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. പല്ലിശ്ശേരി അതിൽ കൂടുതൽ വ്യക്തത വരുത്താമോ? അല്ല, വ്യക്തത വെച്ചാല് ഈ പറഞ്ഞു കേട്ട ചില കാര്യങ്ങളാണത്. ഞാനിപ്പോ പറയുമ്പോൾ എനിക്ക് മമ്മൂട്ടിയോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ 1-ാം തീയതി മാറ്റിവെക്കാൻ കാരണം ഈ റിസൾട്ട് വേറെ ആരൊക്കെയോ കണ്ടിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. അത് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പൊ അതിൽ കുറച്ച് തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ആ തിരുത്തലുകൾ വന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ നമ്മൾ പറയാണ്ടിരിക്കില്ല. എനിക്കൊരു ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാനത് കണ്ടുപിടിക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മളൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോ അതിൽ ജാതി, മതം, രാഷ്ട്രീയം ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ആ കലാസൃഷ്ടി ആസ്വദിക്കുക. അത് മനുഷ്യവിരുദ്ധമാണെങ്കിൽ ഞാൻ എതിർക്കാറുണ്ട്, അത് മതേതരത്വം അല്ലെങ്കിൽ ഞാൻ എതിർക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോ പോയി എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം അത് ശരിയല്ല. നമ്മളും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ യാതൊരു മടിയും എനിക്കില്ല എന്നുള്ളതാണത്. ശരി, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ മിഥുൻ വിജയകുമാർ, പല്ലിശ്ശേരിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും താങ്കൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹം സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് വളരെയധികം ബന്ധമുണ്ട്. അദ്ദേഹം വർഷങ്ങളായി സിനിമാ രംഗത്തെ മാധ്യമപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നയാൾ കൂടിയാണ്. തീർച്ചയായും പല കാര്യങ്ങളോട് യോജിക്കുന്നു. ഇപ്പം കിഷ്കിന്ധ കാണ്ഡത്തിലെ ശ്രീ വിജയരാഘവന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു മെമ്മറി ലോസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സെറ്റിൽ ആയിട്ടുള്ള പെർഫോമൻസ് വഴി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവിടെ അഭിനയിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള റോൾസ് ഒന്നും കാണാതെ പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഡിപെൻഡന്റ് ജൂറി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ജൂറി ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിൽ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം ഇങ്ങനെയുള്ള അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെ അവാർഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആയിരിക്കും ജൂറി തീരുമാനം എടുക്കുക എന്നാണ് നമ്മുടെ ഒരു കോമൺ പ്രഡിക്ഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമകളും അല്ലെ ഈ പറഞ്ഞ പോലെ അവാർഡൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയി മാറും. ആ പ്രഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാനാണല്ലോ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ജൂറി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ പ്രകാശ് രാജ് അതിനെ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പൊളിറ്റിക്കലി ന്യൂട്രൽ അല്ല. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം ജൂറി ചെയർമാൻ തന്നെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ അവാർഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞൊരു അവാർഡ്സിന്റെ ഒരു ട്രാൻസ്പെറൻസി അല്ല. മാത്രമല്ല ഈ വേടനൊക്കെ അവാർഡ് കിട്ടിയത് നമുക്ക് ആർക്കും അത്ഭുതം തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ പൊളിറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേടനെ പോലുള്ള ആളുകൾക്ക് അവാർഡ് കിട്ടും. പിന്നെ
ആസിഫ് അലി, ടൊവിനോ ഇവർക്കൊക്കെ പ്രത്യേക ജൂറി പരാമർശം കിട്ടിയത്, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയെങ്കിൽ പോലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മെറിറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ സ്റ്റാർ വാല്യൂവിന് മുകളിൽ എന്താ പറയുക വരാനായിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് മുകളിലേക്ക് ഇവർ വരാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നതാണ് അതിലെ മറ്റൊരു വലിയ മെസ്സേജ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവരെ അക്നോളജ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഇവരുടെ അഭിനയത്തെ അവിടെ അക്നോളജ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റാർ വാല്യൂവിൽ മുകളിൽ നിൽക്കുന്നവർക്ക് ശേഷം മാത്രം മതി എന്നൊരു ലാർജർ മെസ്സേജ് കൂടി അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഇതൊരു എന്താ പറയാ പോപ്പുലർ സിനിമകൾക്കുള്ള അവാർഡ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്കുള്ള അവാർഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ വലിയ VFX ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉണ്ട്, പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ വലിയ VFX കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ, വലിയ തിയേറ്ററുകളുടെ അത് എന്താ പറയുക പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള അവാർഡ്സിനുള്ള അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതാവുക കൂടെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റോ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എത്രയോ കഥകളുണ്ട്, ഈ കോർപ്പറേറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആവാത്ത എത്രയോ നല്ല നല്ല കഥകളുണ്ട്. അവർക്ക് ഇതൊരു ഡിസ്കറേജിങ് അവാർഡാണ്, അവരെ സംബന്ധിച്ച് ഇത് വളരെ ഡിസ്കറേജിങ് ആയി പോകും എന്ന് കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതില് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ വലിയ എന്താ പറയുക സ്പെഷ്യൽ അവാർഡുകൾ കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം എപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് അവിടെ പൊടിപിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ, എന്താ പറയാ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു സെറിമണി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, ശ്രീ പണിക്കർ, പല്ലിശ്ശേരി പറഞ്ഞ ഈ 2 ദിവസം അവാർഡ് മാറ്റിവെച്ച് കാര്യം, അതിൽ തിരുത്തൽ വരുത്തുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാവും എന്നൊക്കെ, വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നൊക്കെ, അത്രമാത്രം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൽ? അല്ല, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ചിന്ത തന്നെ എനിക്കുണ്ടായില്ല. അദ്ദേഹം ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അതിൽ കമൻറ്റ് ചെയ്യാൻ പോലും ഞാൻ അശക്തനാണ്. കാരണം എന്ത് സാഹചര്യത്തിലാണത് പറഞ്ഞത്, മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തിരിക്കുക, ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുക, മെറിറ്റ് അവിടെ ടോപ്പിൾ ചെയ്യപ്പെട്ടോ, ഈ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാധ്യമല്ല. കാരണം അതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് തോന്നുന്നത് ഉർവശിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ചാണെങ്കിൽ അത് കഴിഞ്ഞ തവണയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് പരിഗണിക്കപ്പെട്ടതും ഉർവശിക്ക് ആ സമയത്ത് അവാർഡ് കിട്ടിയതാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ അല്ലാതെയും കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിതിൽ കാണുന്നത് ഈ പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതല്ല. അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഈ അഭിനയ മികവിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം, എന്തായിരുന്നു കാറ്റഗറി എന്നതിനെക്കുറിച്ച് പറയാം, ഓരോ ഇനത്തിലും എത്രത്തോളം ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഴകേറി അവർ നിർണയം നടത്തിയത്, ഈ കാര്യത്തിനെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കെയർഫുൾ ആകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ സർക്കാർ കൊടുക്കേണ്ടിയിരുന്നത് വിവാദം ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയം തോന്നും. കാരണം ഒന്ന്, പ്രകാശ് രാജ് വളരെ വോക്കലായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നയാളാണ്. 2, അദ്ദേഹം വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുമായി ബന്ധപ്പെട്ട നിലപാടുകളും പറയുന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ജൂറിയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് ഈ അവാർഡ് അർഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാം. പക്ഷെ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ മുകളിലാണ് സംസ്ഥാന അവാർഡ് എന്നുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് അദ്ദേഹം ചെയ്യുക. അതായത് കേരളത്തിന്റെ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചു, മമ്മൂട്ടി കേരളത്തിന്റെ അവാർഡും അർഹിച്ചു, പക്ഷേ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത്, തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശത്തിന് കലയുമായി ഒരു ബന്ധവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ സന്ദേശം പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു ഇടമാക്കിയിട്ട് അദ്ദേഹം ഇതിനെ മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒന്നാമത്തെ വീഴ്ച. 2, നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ മിഥുൻ തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമ ഇല്ലാത്തത്? ഇപ്പൊ അവരുടെ മുന്നിലേക്ക് വരുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചത് ഏത് എന്നുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവർക്ക് നടത്താൻ കഴിയുക. അതല്ലാതെ ഏറ്റവും മികച്ച സിനിമ കുട്ടികളുടേത് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അവാർഡ് കൊടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. ഏതൊരു അവാർഡ് നിർണ്ണയവും കമ്പാരറ്റീവാണ്. ഇപ്പൊ നമ്മൾ ഓരോ വർഷങ്ങളിലും ഓരോ ആൾക്കാർ സിനിമയിലെ മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, നടി ഇങ്ങനെ കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തേത് 2021 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ അവാർഡുകൾ ചേർത്ത് നിർത്തി മറ്റൊരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 2020കളുടെ ആദ്യ പകുതിയിലുള്ള ഏറ്റവും മികച്ച നടനും നടിയും സിനിമയൊക്കെ ഏതാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അവിടെ വരുന്നത് എന്താ? കമ്പാരിസൺ ആണ്. അതേപോലെയുള്ള കമ്പാരിസൺ ആണ് ഒരു വർഷം സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകൾ
ആ സിനിമകളെ മുഴുവൻ പരിഗണിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവായിട്ട് മാത്രമേ നമുക്ക് അതിൽ ഏതാണ് മികച്ച സിനിമ എന്നൊക്കെ പറയാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ലാതെ ഏറ്റവും മികച്ച സിനിമ